നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് സഞ്ജു സാംസന്റെ അഭാവമായിരുന്നു. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ സമീപകാലത്തായി T20 ഓപ്പണറായി ശോഭിക്കുകയാണ്. 3 സെഞ്ചുറി പ്രകടനങ്ങളടക്കം നടത്തി സഞ്ജു മിന്നും ഫോമിൽ നിന്നിട്ടും ഇന്ത്യ സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിച്ചില്ല. ഏകദിനത്തിൽ 56-ന് മുകളിലാണ് സഞ്ജു സാംസന്റെ ശരാശരി. എന്നാൽ സഞ്ജുവിനെ തഴഞ്ഞ് KL രാഹുലിനെയും ഋഷഭ് പന്തിനെയുമാണ് ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ അനുവദിക്കാതിരുന്നത് അദ്ദേഹത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് തഴയാൻ കാരണമായിട്ടുണ്ട്. KCA ഭാരവാഹികളുമായി സഞ്ജു സാംസണിലുള്ള ഭിന്നതയും സഞ്ജുവിന് തഴയപ്പെടാനുള്ള കാരണമായിട്ടുണ്ട്. സഞ്ജു വിജയ് ഹസാരെ ട്രോഫി ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താലാണ് അദ്ദേഹം കേരള ടീമിൽ നിന്ന് തഴഞ്ഞത്. സഞ്ജുവിനോട് കേരള ഭാരവാഹികളുടെ ഈഗോയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. KCA ഭാരവാഹികൾ സഞ്ജുവിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണം ആരാധകർക്കിടയിൽ ഇപ്പോൾ ശക്തമാണ്. ഇപ്പോഴിതാ 11-ാം വയസ്സിൽ സഞ്ജുവിനെ തകർക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രമിച്ചെന്നും അന്ന് തങ്ങളെ രക്ഷിച്ചത് രാഹുൽ ദ്രാവിഡാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ പിതാവായ സാംസൺ വിശ്വനാഥ്. സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഉടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുൻപും സഞ്ജു സാംസണെ ഒതുക്കാനുള്ള നീക്കം KCA നടത്തിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് സഞ്ജു സാംസണെ വളർത്തിയതെന്ന് ഭാരവാഹികൾ അവകാശപ്പെടുമ്പോഴും വസ്തുത അങ്ങനെയല്ല. സഞ്ജുവിനെതിരെ ഇതിനു മുൻപും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ KCA തയ്യാറായിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാന താരമാണെന്ന പരിഗണന സഞ്ജുവിന് ലഭിച്ചിട്ടില്ല. സഞ്ജുവിനെ KCA ഭാരവാഹികൾ തഴഞ്ഞപ്പോൾ തിരിച്ചുവരവ് നടത്തിയത് എങ്ങനെയാണെന്ന് സഞ്ജുവിന്റെ പിതാവ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 11-ാം വയസ്സിൽ സഞ്ജുവിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ദ്രാവിഡ് ജി ഇടപെട്ടു. തങ്ങളെല്ലാം തളർന്നുപോയ സമയത്ത് ദ്രാവിഡിന്റെ ഫോൺ കോൾ വന്നു. സഞ്ജുവിന് ഇത് വലിയ സന്തോഷവും ആശ്വാസവുമായിരുന്നുവെന്നും പിതാവ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ദ്രാവിഡ് സാറിനോട് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും കടപ്പാടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു. സഞ്ജു സാംസന്റെ വളർച്ചയിൽ രാജസ്ഥാൻ റോയൽസ് ആണ് കയ്യടി അർഹിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പല ഘട്ടങ്ങളിലും സഞ്ജു സാംസനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരുന്നപ്പോൾ സഞ്ജു സാംസൺ IPL-ലെത്താൻ അവസരം കിട്ടി. രാജസ്ഥാൻ റോയൽസിൽ ലഭിച്ച അവസരങ്ങൾ മുതലാക്കിയ സഞ്ജു വളരെ വേഗം സ്കില്ലുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയുടെ സൂപ്പർ താരമായി സഞ്ജു മാറിയതിന് കാരണം രാജസ്ഥാനിലെ പ്രകടനങ്ങളാണെന്ന് തന്നെ വ്യക്തമായി പറയാം. സഞ്ജു കേരള ക്രിക്കറ്റ് ടീമിനൊപ്പം നടത്തിയ മികച്ച പ്രകടനങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും സഞ്ജുവിന്റെ കരിയറിന്റെ നിർണായക ഘട്ടത്തിൽ KCA ഭാരവാഹികൾ സഞ്ജു സാംസനെ കൈവിടുകയാണ് ചെയ്തത്. KCAയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ സാധാരണയായി ഉണ്ടായിട്ടുണ്ട്. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. കാരണം കേരളത്തിലുള്ള പല താരങ്ങളും ഉയർന്നു വരാത്തതിന് കാരണം KCAയുടെ ഇത്തരത്തിലുള്ള അലംഭാവമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. മലയാളി താരങ്ങൾ KCA വഴിയല്ല രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സദീപ് വാര്യർ അടക്കമുള്ള താരങ്ങൾ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിടുകയാണ് ഇന്ത്യൻ ടീമിനൊരു സ്ഥാനം ലഭിക്കാനായി. ദേവദത്ത് പടിക്കലും കരുൺ നായരും ഒക്കെ വളർന്നത് KCA വഴിയല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ KCAയുടെ അലംഭാവം ഇവിടെ പ്രകടമാണ്. ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ മാത്രമല്ല, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ താരങ്ങളുടെയും കഴിവുറ്റ നിരവധി താരങ്ങളാണ് കേരളത്തിലുള്ളത്. അവരുടെ എല്ലാം പ്രകടനങ്ങളെ സാരമായി ബാധിക്കുകയാണ് KCAയുടെ ഇത്തരത്തിലുള്ള ചീപ്പ് ഈഗോ എന്ന് പറയാം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസനെ പരിഗണിച്ചിട്ടില്ല. വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു സാംസൺ കളിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 100% സഞ്ജുവിന് ഇടം ലഭിക്കുമായിരുന്നു. BCCI വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നതും ഈയൊരു കാരണമാണ്. എന്നാൽ ഇതിനുള്ള അവസരം KCA ഭാരവാഹികൾ ഒരുക്കിയില്ല എന്നത് വിഷമകരമായ കാര്യമാണ്. ഇതാണ് വലിയ ചർച്ചകളിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ KCA ഒറ്റപ്പെടുകയാണെന്ന് തന്നെ നിസ്സംശയം പറയാം. എന്തായാലും സഞ്ജു സാംസണും KCAയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്.